നമസ്കാരം. കേരള മനസ്സാക്ഷിയെ വലിയ രീതിയിൽ സങ്കടപ്പെടുത്തുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ADM നവീൻ ബാബുവിന്റെ വിയോഗവുമായി ബന്ധപ്പെട്ട കേസിൽ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടായിരിക്കുകയാണ്. നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഒട്ടും പിന്നിലോട്ടില്ലെന്ന ശക്തമായ പ്രഖ്യാപനവുമായി നവീൻ ബാബുവിന്റെ കുടുംബം ഒടുവിൽ തിരുവനന്തപുരത്തെത്തി. നിലവിലെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നടപടികളിലുള്ള കടുത്ത അതൃപ്തിയും ആശങ്കകളും നേരിട്ടറിയിക്കാനാണ് അവർ തലസ്ഥാന നഗരിയിൽ എത്തിയത്. അഴിമതിക്കെതിരെ വിട്ടുവീഴ്ചയില്ലാതെ നിലകൊണ്ട ഒരു സത്യസന്ധനായ ഉദ്യോഗസ്ഥന്റെ മരണത്തിന് പിന്നിലെ യഥാർത്ഥ വസ്തുതകൾ പുറത്തു കൊണ്ടുവരണമെന്ന ആവശ്യവുമായി കുടുംബം നേരിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. നവീൻ ബാബുവിന്റെ കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിനെതിരെ കുടുംബം പരസ്യമായി രംഗത്തെത്തിയിരിക്കുന്നു. ഈ സംഘത്തിന്റെ അന്വേഷണ രീതികളിലും പോക്കിലും വലിയ രീതിയിലുള്ള ഒത്തുകളി നടക്കുന്നുണ്ടെന്ന ആക്ഷേപം ശരിവെക്കുന്നതാണ് കുടുംബത്തിന്റെ ഈ പുതിയ നീക്കം. കേവലം പ്രഹസന അന്വേഷണങ്ങൾക്കപ്പുറം നിഷ്പക്ഷവും നീതിയുക്തവും ശാസ്ത്രീയവുമായ രീതിയിലുള്ള അന്വേഷണം വേണമെന്നാണ് കുടുംബവും കേരള സമൂഹവും ഒരുപോലെ ആവശ്യപ്പെടുന്നത്. അതിനായി കേന്ദ്ര ഏജൻസിയായ CBI തന്നെ കേസെടുക്കണമെന്നാണ് കുടുംബത്തിന്റെ നിലപാട്. സംസ്ഥാന പോലീസിന്റെ പ്രത്യേക സംഘത്തിന് ഈ കേസിൽ പൂർണ്ണമായ സത്യം പുറത്തു കൊണ്ടുവരാൻ കഴിയില്ലെന്ന് BJP ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. CBI പോലുള്ള കേന്ദ്ര ഏജൻസി വന്നാൽ മാത്രമേ യഥാർത്ഥ പ്രതികൾക്ക് അർഹമായ ശിക്ഷ ലഭിക്കൂ. നവീൻ ബാബുവിന്റെ മരണത്തിൽ പ്രമുഖ CPM നേതാവായ PP ദിവ്യ പ്രതിസ്ഥാനത്ത് നിൽക്കുമ്പോൾ കേസ് അട്ടിമറിക്കാൻ അണിയറയിൽ പലവിധ നീക്കങ്ങൾ നടക്കുന്നുവെന്ന ആരോപണം ശക്തമാകുന്നതിനിടയിലാണ് കുടുംബം നേരിട്ട് തിരുവനന്തപുരത്ത് എത്തിയത്. നവീൻ ബാബുവിന്റെ ഭാര്യ നിവേദനം സമർപ്പിക്കുന്നതിനായി നേരിട്ടാണ് തലസ്ഥാനത്തെത്തിയത്. ഒപ്പം നവീൻ ബാബുവിന്റെ സഹോദരൻ പ്രവീൺ ബാബുവും ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും നേരിൽ കണ്ടാണ് കുടുംബം തങ്ങളുടെ കടുത്ത ആശങ്കകളും ആവശ്യങ്ങളും അറിയിച്ചത്. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കണ്ട നവീൻ ബാബുവിന്റെ സഹോദരന്റെ വാക്കുകളിൽ കേരള സമൂഹം മുഴുവൻ കാത്തിരിക്കുന്ന വലിയ ആവശ്യവുമുണ്ട്. കേരള സമൂഹവും ഞങ്ങളും ഏറെ നാളായി കാത്തിരിക്കുന്നതാണ് നിഷ്പക്ഷവും നീതിയുക്തവും ശാസ്ത്രീയവുമായ അന്വേഷണം നടത്തി സത്യം പുറത്തുകൊണ്ട് വരണമെന്നുള്ളത്. അന്വേഷണത്തിന് വേണ്ട നടപടികളെല്ലാം ചെയ്യാമെന്ന് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. കുടുംബത്തിന് ഉറപ്പുകൾ ലഭിച്ചു എന്ന് പറയുമ്പോഴും ഈ ഉറപ്പുകൾ എത്രത്തോളം പാലിക്കപ്പെടുമെന്ന കാര്യത്തിൽ പൊതുസമൂഹത്തിന് വലിയ ആശങ്കയുമുണ്ട്. ഒരു സത്യസന്ധനായ ഉദ്യോഗസ്ഥനെ മരണത്തിലേക്ക് തള്ളിവിട്ട പ്രതികൾ ആരായാലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന ആവശ്യത്തിൽ BJP യാതൊരുവിധ ഒത്തുതീർപ്പിനും തയ്യാറല്ല. നിലവിലെ അന്വേഷണം കൃത്യമായ ദിശയിലേക്കല്ല സഞ്ചരിക്കുന്നതെന്നും പ്രതികളെയും അവർക്ക് പിന്നിലുള്ള സ്വാധീന ശക്തികളെയും സംരക്ഷിക്കാനാണ് അന്വേഷണ സംഘം ശ്രമിക്കുന്നതെന്നുമുള്ള കടുത്ത ആരോപണങ്ങളാണ് തുടക്കം മുതലേ ഉയർന്നു വന്നത്. കേസിന്റെ തുടക്കം മുതൽ തന്നെ തെളിവുകൾ ശേഖരിക്കുന്നതിലും ഡിജിറ്റൽ തെളിവുകൾ ശാസ്ത്രീയമായി വിശകലനം ചെയ്യുന്നതിലും വലിയ രീതിയിലുള്ള വീഴ്ചകളാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഭരണകൂടത്തിന്റെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി PP ദിവ്യയ്ക്ക് അനുകൂലമായ നിലപാടാണ് പ്രത്യേക അന്വേഷണ സംഘം സ്വീകരിച്ചത്. കേസിലെ സുപ്രധാനമായ ഫോൺ റെക്കോർഡുകളോ ടവർ ലൊക്കേഷനുകളോ പരിശോധിക്കാൻ പോലീസ് മടിച്ചതും വലിയ വിവാദങ്ങൾക്ക് കാരണമായിരുന്നു. ഇത്തരമൊരു പ്രഹസന അന്വേഷണം കൊണ്ട് നവീൻ ബാബുവിന്റെ വിയോഗത്തിന് പിന്നിലെ യഥാർത്ഥ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരാൻ കഴിയില്ലെന്ന് പകൽ പോലെ വ്യക്തവുമാണ്. പോലീസിന്റെ ഈ ഒത്തുകളി ബോധ്യപ്പെട്ടതുകൊണ്ടാണ് കുടുംബത്തിന് നേരിട്ട് മുഖ്യമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയും കണ്ട് നിവേദനം നൽകേണ്ടി വന്നത്. നവീൻ ബാബുവിന്റെ കുടുംബത്തിന് നീതി വാങ്ങി നൽകുക എന്നത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. പ്രതിയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് ജയിലിൽ അടയ്ക്കുന്നതുവരെ നീതി നടപ്പിലാക്കപ്പെടില്ല. കയ്യിലുള്ള അധികാരം ഉപയോഗിച്ച് നീതിക്കായുള്ള പോരാട്ടത്തെ വിലക്കെടുക്കാമെന്ന ധാർഷ്ട്യം തിരുത്തേണ്ട കാലം കഴിഞ്ഞു. കേരളത്തിലെ ഉദ്യോഗസ്ഥ ഭരണ സംവിധാനം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിയമവും ചട്ടവുമല്ല, ചില സ്വാധീന ശക്തികളുടെ താല്പര്യങ്ങളാണ് നടപ്പിലാകുന്നത്. സെക്രട്ടേറിയറ്റ് മുതൽ വില്ലേജ് ഓഫീസ് വരെയുള്ള ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി മാനസികമായി തകർത്തും തങ്ങളുടെ അഴിമതിക്ക് കൂട്ടുപിടിക്കാനാണ് ചില പ്രാദേശിക പ്രമാണിമാർ ശ്രമിക്കുന്നത്. നവീൻ ബാബു എന്ന സത്യസന്ധനായ ഉദ്യോഗസ്ഥൻ ഇതിലെ ഒടുവിലത്തെ ഇരം മാത്രമാണ്. ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥർ പൊതുജനങ്ങളോട് മാത്രമാണ് ബാധ്യസ്ഥരാകേണ്ടത്. എന്നാൽ അവരെ തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കൈകാര്യം ചെയ്യാൻ നോക്കുന്ന സംസ്കാരം ജനാധിപത്യത്തിന് തന്നെ വലിയ ഭീഷണിയാണ്. ഇതിനെതിരെ ശക്തമായ ജനകീയ പ്രതിരോധം ഉയർന്നു വന്നില്ലെങ്കിൽ നാളെ മറ്റൊരു ഉദ്യോഗസ്ഥനും ഇവിടെ ധൈര്യത്തോടെ പേന ചലിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടാകും. ഭരണവർഗത്തിന്റെ താല്പര്യങ്ങൾക്ക് വഴങ്ങാത്ത ഉദ്യോഗസ്ഥരെ വ്യക്തിഹത്യ നടത്തുക എന്നത് ചിലരുടെ കാലങ്ങളായുള്ള ശൈലിയാണ്. പ്രത്യേകിച്ചും CPMന്റെ രാഷ്ട്രീയ നേതാക്കളുടെ സാമ്പത്തിക താല്പര്യങ്ങൾക്കും നിയമവിരുദ്ധമായ ആവശ്യങ്ങൾക്കും ഒപ്പിട്ട് നൽകാത്തതിന്റെ പേരിൽ എത്രയോ ഉദ്യോഗസ്ഥരാണ് മാനസിക സമ്മർദ്ദത്തിലാകുന്നത്. കണ്ണൂരിൽ സംഭവിച്ചതും മറ്റൊന്നല്ല. നിയമവിരുദ്ധമായ കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കാത്തതിനാലാണ് ADMനെ ശത്രുവായി പ്രഖ്യാപിക്കാൻ കാരണമായത്.
ഈ വസ്തുതകൾ നിലനിൽക്കെയാണ് കേസ് അന്വേഷണം പഴയപടിയും ഒതുക്കി തീർക്കാൻ നോക്കുന്നത്. കേസ് അന്വേഷണത്തിന്റെ ഈ ഘട്ടത്തിലും പ്രതികളെ സുരക്ഷിതമായ താവളത്തിലേക്ക് മാറ്റാനും അവർക്ക് നിയമസഹായം ഉറപ്പാക്കാനും അണിയറയിൽ കളമൊരുങ്ങുന്നുണ്ട്. ഒരു വശത്ത് ഇരയോടൊപ്പം നിൽക്കുന്നു എന്ന് വരുത്തി തീർക്കുകയും മറുവശത്ത് വേട്ടക്കാരന് പച്ചക്കൊടി കാണിക്കുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പാണ് പിണറായിയുടെ പോലീസിൽ നമ്മൾ കണ്ടത്. ഈ നാട്ടിലെ സാധാരണക്കാരായ ഒരു പൗരനാണ് ഇത്തരമൊരു കുറ്റകൃത്യത്തിൽ പങ്കാളിയാകുന്നതെങ്കിൽ മണിക്കൂറുകൾക്കകം അവനെ അകത്താക്കുന്ന പോലീസ് ഉന്നതരിലേക്ക് എത്തുമ്പോൾ വെറും കാഴ്ചക്കാരനായി മാറുകയാണ്. തെളിവുകൾ ഓരോന്നായി നശിപ്പിക്കപ്പെടാൻ ബോധപൂർവം സമയം അനുവദിച്ചു കൊടുക്കുന്ന ഈ പോലീസ് സംവിധാനത്തിൽ നിന്നും ജനങ്ങൾക്ക് എങ്ങനെയാണ് നീതി പ്രതീക്ഷിക്കാൻ കഴിയുക? പ്രത്യേക അന്വേഷണ സംഘം എന്ന് കേൾക്കുമ്പോൾ വലിയ കാര്യമാണെന്ന് തോന്നും. എന്നാൽ ഈ ടീമിലുള്ളത് മുഴുവൻ അന്നത്തെ ഭരണകക്ഷിയിലായിരുന്ന CPMന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന ഉദ്യോഗസ്ഥരായിരുന്നു. കേസിലെ സുപ്രധാന ഫോൺ റെക്കോർഡുകളോ ഗൂഢാലോചന നടത്തിയ CCTV ദൃശ്യങ്ങളോ കണ്ടുകെട്ടാൻ ഇവർ ഇതുവരെ തയ്യാറായിട്ടില്ല. ഈ ഒത്തുകളി വ്യക്തമായതുകൊണ്ടാണ് കുടുംബത്തിനൊടുവിൽ കടുത്ത നിലപാടുകളിലേക്ക് കടക്കേണ്ടി വന്നതും തലസ്ഥാനത്ത് വണ്ടി കയറേണ്ടി വന്നതും. ഈ വിഷയത്തിൽ ആദ്യ ദിനം മുതൽ ശക്തമായ നിലപാടുകളുമായി രംഗത്തുള്ളത് BJP-യാണ്. ഇതൊരു വ്യക്തിയുടെ മാത്രം പ്രശ്നമല്ല. കേരളത്തിലെ ഉദ്യോഗസ്ഥ ഭരണ സംവിധാനത്തെ സ്വാധീന ശക്തികൾക്ക് അടിമകളാക്കാൻ ശ്രമിക്കുന്ന കൃത്യമായ ശൈലിയുടെ ഇരയാണ് നവീൻ ബാബുവും. സത്യസന്ധമായി ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുകയും അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തവരെ മാനസികമായി തകർത്തും ഇല്ലായ്മ ചെയ്യുന്ന ഈ രീതി ഇനി കേരളത്തിൽ അനുവദിക്കില്ല. സംസ്ഥാന പോലീസിന്റെ അന്വേഷണം കൊണ്ട് ഈ കേസിൽ ഒരു നീതിയും ലഭിക്കാൻ പോകുന്നില്ല. കാരണം അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്റെ പ്രൊമോഷനും കസേരയും തീരുമാനിക്കുന്നത് ഇതേ ഭരണാധികാരികൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ സ്വതന്ത്രമായ രീതിയിൽ പ്രവർത്തിക്കുന്ന കേന്ദ്ര ഏജൻസിയായ CBI ഈ കേസ് ഏറ്റെടുക്കണം. എങ്കിൽ മാത്രമേ ഭരണകൂടത്തിന്റെ തണലിൽ ഒളിച്ചിരിക്കുന്ന യഥാർത്ഥ ക്രിമിനലുകളുടെ മുഖംമൂടി അഴിഞ്ഞു വീഴൂ. അഴിമതിരഹിത കേരളത്തിനായി സത്യസന്ധരായ ഉദ്യോഗസ്ഥരുടെ സുരക്ഷയ്ക്കായി BJP പോരാട്ടം അതിന്റെ അവസാന ഘട്ടം വരെ തുടരുക തന്നെ ചെയ്യും. ഈ കേസിൽ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. കേരളത്തിൽ ഇന്ന് സത്യസന്ധമായി ജോലി ചെയ്യുക എന്നത് വലിയൊരു കുറ്റമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വമ്പൻ സ്രാവുകളുടെയും രാഷ്ട്രീയ പ്രമാണിമാരുടെയും നിയമവിരുദ്ധമായ ആവശ്യങ്ങൾക്ക് ഒപ്പിട്ട് നൽകാത്ത ഉദ്യോഗസ്ഥരെ മാനസികമായി വേട്ടയാടി ഇല്ലാതാക്കുന്ന ഒരു സങ്കര സംസ്കാരമാണ് ഇവിടെ വളർന്നു വരുന്നത്. നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥൻ ചെയ്ത ഒരേയൊരു തെറ്റ് ചട്ടവിരുദ്ധമായ കാര്യങ്ങൾക്ക് പച്ചക്കൊടി കാണിച്ചില്ല എന്നത് മാത്രമാണ്. ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥർ പൊതുജനങ്ങളോടും ഭരണഘടനയോടും മാത്രമാണ് ബാധ്യസ്ഥരാകേണ്ടത്. എന്നാൽ അവരെ സ്വന്തം പാർട്ടി അടിമകളെ പോലെ കൈകാര്യം ചെയ്യാൻ നോക്കുന്ന ഈ കിരാത ശൈലിക്കെതിരെ ശക്തമായ പ്രതിരോധം ഉയർന്നു വന്നില്ലെങ്കിൽ നാളെ ഒരു ഉദ്യോഗസ്ഥന് ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി ധൈര്യത്തോടെ പേന ചലിപ്പിക്കാൻ സാധിക്കില്ല. ഈ ഭയത്തിന്റെ അന്തരീക്ഷം മാറ്റിയെടുക്കുക എന്നതാണ് BJP മുന്നോട്ട് വെക്കുന്ന പ്രധാന ലക്ഷ്യം. നീതി ചോദിച്ചു വരുന്നവരുടെ കൈകളിൽ ചില താൽക്കാലിക ആനുകൂല്യങ്ങളും പദവികളും വെച്ചുകൊടുത്ത് വായടപ്പിക്കാമെന്നത് ഇവിടുത്തെ ഭരണാധികാരികളുടെ സ്ഥിരം തന്ത്രം തന്നെയാണ്. ചോരക്കറ പുരണ്ട പണം കൊണ്ടോ ജോലി വാഗ്ദാനം കൊണ്ടോ ഒരു കുടുംബത്തിന്റെ കണ്ണീരിനെ വിലക്കെടുക്കാമെന്ന് ആരും മോഹിക്കേണ്ട. ഒരു സത്യസന്ധനായ മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെട്ട കേസിൽ കേവലം ഒരു ആശ്രിത നിയമനം കൊണ്ട് എല്ലാം അവസാനിച്ചു എന്ന് കരുതുന്നവർ ജനങ്ങളുടെ ഉള്ളിലെ അമർഷം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നില്ല. ഈ ഒത്തുകളി രാഷ്ട്രീയം ഇനി വിലപ്പോവില്ല. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.